സ്വർണ്ണപ്പാടിയിലെ അന്വേഷണം ഇപ്പോഴത്തെ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. നാളെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ പ്രത്യേക സംഘത്തിന് അന്വേഷണം തുടങ്ങാനാകും. ഇന്നലെ തന്നെ അനൌദ്യോഗികമായി പ്രത്യേക സംഘം വിവരശേഖരണം തുടങ്ങിയിരുന്നു. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തുകയാണ്. ഇതിനിടെ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശനിയാഴ്ച സന്നിധാനത്തെത്തി സ്ട്രോങ് റൂമുകൾ പരിശോധിക്കാൻ തീരുമാനമായിരിക്കുന്നു. ഹരിമോഹനാണ് ചേരുന്നത്. ഹരിമോഹൻ, പ്രതിഷേധം അടുത്ത ഗിയറിലേക്ക് നീങ്ങുമ്പോൾ അന്വേഷണവും ഇതാ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന്റെ തൊട്ട് മുൻപത്തെ ദിവസമാണ്, തലേ ദിവസമാണ് ഇന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ തന്നെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി പ്രത്യേക സംഘത്തിന് അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ കഴിയും. ശനിയാഴ്ചയോടുകൂടി പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങും എന്നുള്ളതാണ്. അതിനു മുൻപ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതിന്റെ സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ചോദ്യം ചെയ്യേണ്ടത് മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അടക്കം, അല്ലെങ്കിൽ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴികൾ അടക്കം രേഖപ്പെടുത്തേണ്ടത് പ്രത്യേക സംഘത്തിന്റെ ചുമതലയാണ്. നിലവിൽ ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ, മറ്റ് അവർ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ, ഒപ്പം തന്നെ രേഖകൾ എല്ലാം തന്നെ ഈ അന്തിമ റിപ്പോർട്ടിനോടൊപ്പം ഹൈക്കോടതിക്ക് കൈമാറും. ആ റിപ്പോർട്ട് തന്നെ പ്രത്യേക സംഘത്തിലേക്കും എത്തും. ആ പ്രത്യേക സംഘം ശനിയാഴ്ച അന്വേഷണം തുടങ്ങുകയും പിന്നീട് മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി എത്രയും വേഗത്തിൽ അന്വേഷണം കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തും സന്നിധാനത്തുമായിട്ട് ക്യാമ്പ് ചെയ്തായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല, ഇതിനിടയ്ക്ക് സമാന്തരമായി തന്നെ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശനിയാഴ്ച സന്നിധാനത്തെത്തുന്നുണ്ട്. സന്നിധാനത്തെ 18 സ്ട്രോങ് റൂമുകളും പരിശോധിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവിടെ സ്ട്രോങ് റൂമുകളിലെല്ലാം സീൽ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കും. അതിൽ ചില പ്രശ്നങ്ങൾ ദേവസ്വത്തിന്റെ രജിസ്ട്രിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ കണക്കെടുക്കുക എന്നുള്ളതാണ് ഈ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഉദ്ദേശിക്കുന്നത്. ശനിയാഴ്ച തന്നെ അത് പൂർത്തിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്ക് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസും ഒരു പരിശോധന ഈ സ്ട്രോങ് റൂമിൽ നടത്തിയിരുന്നു. ആ സ്ട്രോങ് റൂമിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി നാളത്തെ അന്തിമ റിപ്പോർട്ടിൽ നൽകും എന്നുള്ളതാണ് അറിയുന്നത്. ഇതിനിടയിൽ പ്രത്യേക സംഘം ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചില്ലെങ്കിൽ പോലും അനൌദ്യോഗികമായി വിവരശേഖരണം തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു പ്രാഥമിക വിവരശേഖരണമാണ്. ആ പ്രാഥമിക വിവരശേഖരണത്തിൽ ഇന്നലെ ദേവസ്വം ആസ്ഥാനത്തെത്തിക്കൊണ്ട് ദേവസ്വം വിജിലൻസ് എസ് പിയുമായി സംസാരിക്കുകയും ഈ അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 1999 വിജയ് മല്യ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ, ആ രേഖകൾ ദേവസ്വത്തിന്റെ മരാമത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നു. ആ മരാമത്ത് ഓഫീസിൽ നിന്ന് ദേവസ്വം വിജിലൻസ് അത് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പകർപ്പ് കൂടി ഇന്നലെ ഈ പ്രത്യേക സംഘത്തിലെ രേഖകളൊക്കെ പരിശോധിക്കുന്നു. ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് നാളെ നൽകിയേക്കും. അതിനുശേഷം SITയുടെ വരവാണ്. കൃത്യമായ അന്വേഷണം നടപടിയൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കുമ്പോൾ സ്വർണ്ണപ്പാളി വിവാദത്തിലെ ചെമ്പ് തെളിയുമോ എന്നാണ് അറിയുകയും ചെയ്യേണ്ടത്.